എല്ലാവരും മരിച്ചവരെല്ലാവരും വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു ദിവസം വരാൻ പോകുകയാണ്. അന്ന് ഈ പ്രസംഗത്തിന് കണക്ക് തീർക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് സത്യയോടെന്ന് കേട്ടോണേ. അന്ന് മരിച്ചതിന് ശേഷം ഈ പ്രസംഗത്തിന് നിങ്ങൾ കണക്ക് തീർത്തേ പറ്റൂ. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. എന്താണ് ഈ പ്രസംഗത്തിന്റെ അധികാരം എന്ന് പറയാം. ഒരിക്കല് ഒരു ഗുണ്ടാ നേതാവ് അവരെന്താണ് തന്റെ ദേശത്ത് എല്ലാവരെയും പെരട്ടി എല്ലാവരെയും ചീത്ത വിളിച്ച് തല്ലെങ്കിൽ തല്ല കുത്തെങ്കിൽ കുത്ത് ഇങ്ങനെ നടന്നവനാം. പക്ഷെ ഒരു പാവപ്പെട്ട ഉപദേശി ഒരു ദിവസം ഈ ഗുണ്ടയുടെ വീട്ടുവാതിക്കൽ വന്നിന്ന് പ്രസംഗിച്ചു. അപ്പോഴെന്താണ് ഈ പ്രസംഗിയോട് സുവിശേഷനോട് ഗുണ്ടയ്ക്ക് ഒരു കാര്യമില്ല. അവൻ ശ്രദ്ധിക്കാനേ പോയില്ല. അയാൾ പ്രസംഗം കഴിഞ്ഞ് അയാളുടെ വഴിക്ക് പോയി. ഗുണ്ടയുടെ വഴിക്ക് പോയി. അയാൾ വഴക്കുണ്ടാക്കിയില്ല. അത് അയാൾ ചെയ്തൊരു നന്മയായിട്ട് ദൈവം കണക്കിട്ടും. അപ്പോൾ നോക്കിയപ്പോൾ ഇയാൾക്ക് മറ്റൊരു കഴിവുണ്ട്. ഇയാൾ സമ്പന്നനാണ്. ഇയാൾക്ക് അധികാര വർഗത്തോട് എന്താണ് പിടിപാടുണ്ട്. എല്ലാ ഗുണ്ടകൾക്കും ഉണ്ടല്ലോ അധികാര വർഗത്തോട് പിടിപാട്. ഇല്ലെങ്കിൽ എന്താണ് അവർക്ക് അവരുടെ ഗുണ്ടായിസം കൊണ്ടുപോകാനൊക്കത്തില്ലല്ലോ. ഇവനും എന്താണ് അധികാര വർഗത്തോടും പോലീസിനോടും ഒക്കെ എന്താണ് ഒരു നിരപ്പുണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട ഏത് കേസ് വന്നാലും ഏത് അടിപിടി വന്നു കഴിഞ്ഞാലും ഇവനെ ശിക്ഷിക്കത്തില്ല. കോടതി ചെല്ലുന്നതിന് മുമ്പ് അത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒതുക്കി തീർക്കും. അവന്റെ കേസ് മായ്ച്ചു കളി അധികാരികൾ തന്നെ. എന്നാൽ പ്രിയപ്പെട്ട യാദൃശ്യമായിട്ട് ഒരു കേസിൽ ഇവൻ എന്താണ് ശിക്ഷ ഏൽക്കേണ്ടി വന്നു. യാദൃശ്യമായിട്ട് ഒരു കേസിൽ എന്താണ് പോലീസുകാർക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കോടതി ചെന്നു. കോടതി അവനെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. അയ്യോ അതോടുകൂടി അവന്റെ ഗുണ്ടായിസം തീർന്നു. അവനത് ലജ്ജ കൊണ്ട് നിറഞ്ഞു. അവൻ ആ കോടതിയിൽ ചെന്നിട്ട് അവൻ ആ ജയിലിൽ കടന്നുകൊണ്ട് എന്താണ് ഉറക്കമില്ല. ഇത്രയും നാളും ഗുണ്ടയായിട്ട് ഇത്രയും നാളും നേതാവായിട്ട് ജീവിച്ച ഞാന് ഇനി എങ്ങനെ തിരിച്ച് നാട്ടിൽ ചെല്ലും? എന്നെ ഇത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി എനിക്ക് എന്താണ് എന്റെ നാട്ടിൽ പോയിട്ടൊരു ഗുണ്ടയായിട്ട് എന്താണ് വിളസുവാൻ കഴിയത്തില്ല. ആകെ നിരാശയായി, ആകെ എന്താണ് ലജ്ജയായി. അവസാനം എന്താണ് ഉറക്കമില്ലാത്ത രാത്രികൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഉറക്കമില്ല. എന്നാൽ ആ ഉപദേശി അവയുടെ വീട്ടിൽ പ്രസംഗിച്ചിട്ട് ഏതാണ്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികൾ അദ്ദേഹം പറഞ്ഞു ഇനി നാട്ടിലേക്ക് പോകുന്നില്ല. ഇനി നാട്ടിൽ എന്നെ ആരും വിലമതിക്കത്തുമില്ല. എനിക്കിനി തല്ലെല്ലാം തിരിച്ചു കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യയെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴെന്താണ് താൻ നോക്കുമ്പോഴേ തന്റെ റൂംമേറ്റ് ആയിരിക്കുന്ന തന്റെ സഹനടുക്കായിരിക്കുന്ന ഒരുത്തനെ എന്നും വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അവരെ ജയിലിൽ ജോലിയുണ്ടല്ലോ കുളി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരു ചെറിയ പുസ്തകം എടുത്ത് വായിക്കുന്നു. എന്നിട്ട് അദ്ദേഹം അങ്ങോട്ട് കിടക്കുന്ന കാണാം നേരം വെളുക്കുന്നവരെ കൂർക്കം മരിച്ച് ഉറങ്ങിയാണ്. ഇത് ഇയാൾക്ക് അത്ഭുതം തോന്നി. എടാ എന്റെ കൂടെ കിടക്കുന്ന ഈ സഹനടവുകാരൻ സമാധാനത്തോടെ ഉറങ്ങുന്നു. എനിക്കോ ഉറക്കമെന്ന് പറഞ്ഞ കാര്യം എന്റെ കണ്ണിൽ വന്നിട്ട് പോലും എത്രയോ ദിവസങ്ങളായിരിക്കുന്നു. അദ്ദേഹം ആകെ വിഷണ്ണനായി. എന്നാൽ താൻ ലജ്ജ മറച്ചു വെച്ച ഒരു ദിവസം ഈ സഹതടവുകാരനോട് ചോദിച്ചു നീ ഇങ്ങനെ ഉറങ്ങുന്നതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് ഈ പുസ്തകം എന്നെ ഉറക്കുന്നതെന്ന് പറഞ്ഞു. ഏത് പുസ്തകം? ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ജയിലറുകൾ ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ബൈബിൾ പുതിയ നിയമം കൊടുക്കാറുണ്ട്. അപ്പോഴത്താണ് അങ്ങനെ ആരോ കൊടുത്ത ഒരു പുതിയ നിയമമാണ് ഈ സഹതടവുകാരൻ വായിക്കുന്നത്. അദ്ദേഹം അത് വായിച്ച് സമാധാനത്തോടെ ഉറങ്ങും.